പ്രിയദർശൻ തമ്പി സാർ നമ്മളോടൊപ്പം ചേരുന്നു. തമ്പി സാർ, ഞങ്ങളുടെ യൂണിറ്റ് അവിടെ എത്താൻ അല്പം വൈകി, ചില ട്രാഫിക് ബ്ലോക്കൊക്കെ കാരണം. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ താങ്കൾ എത്താൻ വൈകിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ കാര്യം താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു രക്ഷിതാവ് ഉണ്ട്. അദ്ദേഹം നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇതുപോലെ ഒരു അപകടം പറ്റിയതാണ്. അതിൽ നിന്ന് അദ്ദേഹം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. പല കാര്യങ്ങളും അദ്ദേഹം പരിശോധിച്ചു. പക്ഷേ ഈ കുട്ടികളിലേക്ക് ഈ ലഹരി വസ്തുക്കൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ അവർ ലഹരിക്ക് അടിമകളാകുമ്പോൾ, അതുമല്ലെങ്കിൽ അവർ ഏജന്റുകളാകുമ്പോൾ, കരിയേഴ്സ് ആകുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റാതെ വരുന്നു. കാരണം അവർ മൈനറാണ്, അവർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നൊരു ആനുകൂല്യത്തിൽ അവരിൽ പലരും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് വളരെ ഗൗരവമുള്ളൊരു സ്ഥിതിവിശേഷമായ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം, കേരളത്തിലെ ലഹരി മരുന്നിൻ്റെ, പ്രത്യേകിച്ച് രാസലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അവരെ ഉപയോഗിച്ച് ലഹരി കടത്ത് നടത്തുന്നു, വ്യാപാരം നടത്തുന്നു, അവരതിൻ്റെ അടിമകളാക്കി തീർക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നിയമത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്? കേരളത്തിൽ എപ്പോഴും നമ്മൾ ലഹരി ഉപയോഗത്തിൻ്റെ തോതിലെ വർധന, ഇപ്പം നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ 2016 2024 താരതമ്യം ചെയ്യുമ്പോൾ മൂന്നും എത്രയോ ഇരട്ടി. 5924 കേസുകൾ എന്നത് 27,530 കേസുകളായി വളർന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രശ്നം, നമ്മൾ പറയുന്നത് കൺവിക്ഷൻ റേറ്റ് കേരളത്തിൽ കൂടുതലാണെന്നാണ്. അത് സംഭവിക്കുന്നുണ്ടോ തമ്പി സാർ കേരളത്തിൽ? അല്ല, കേരളത്തിൽ ഈ നർക്കോട്ടിക് ഡ്രഗ്സ് കേസുകൾ വളരെ ക്രമാതീതമായി കൂടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം രാഹുൽ ഈശ്വരോട് ശരിയായ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ഗണ്യമായിട്ടാണ് അതിന്റെ പെർസെൻറ്റേജ് കൂടുന്നത് ഓരോ ജില്ലകളിലും. അതിന് നമുക്ക് എറണാകുളം എന്നുള്ളൊരു മെട്രോ സങ്കല്പമൊന്നും അതിന് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലപ്പുറം മുതൽ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റ് പല, തൊടുപുഴ ഉൾപ്പെടെ, വടകര ഉൾപ്പെടെ, നെടുമങ്ങാട് ഉൾപ്പെടെ, കൊട്ടാരക്കര ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ കോടതികൾ, ഈ കേസുകൾ അതിവേഗം തീർപ്പാക്കാൻ വേണ്ടി നർക്കോട്ടിക്കിന്റെ സ്പെഷ്യൽ കോടതികൾ വരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരെ വന്നിരിക്കുന്നത്. അത്തരത്തില് ഒരാഴ്ച കണക്കിന് ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരം ക്രൈമുകൾ ക്രമാതീതമായി ഉണ്ടാകുന്നു എന്നുള്ള വളരെ ഭീതിജനകമായ സിറ്റുവേഷൻ ഉണ്ട്. അത് MDMA എന്ന് പറയുന്ന ആക്ട്, ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഈ NDPS ആക്ട് വളരെ ശക്തമാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഉദാഹരണത്തിന് MDMA സിന്തറ്റിക് ഡ്രഗാണ്. അതിന്റെ ഒരു കിക്കൊക്കെ 28 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുക, അതിന്റെ ഒരു 10 ഗ്രാമിന് മുകളിൽ പോലും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സാധാരണ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ വലിയ ക്വാണ്ടിറ്റി, ഇതിൽ 10 ഗ്രാമിന് മുകളിൽ വന്നാൽ പോലും ഈ ആക്ട് പ്രകാരം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽപ്പെട്ട ഒരാൾ പിടിക്കപ്പെട്ടാൽ അയാൾക്ക് ജാമ്യമില്ല. ബെയിൽ ഇസ് ദ റൂൾ, ജയിൽ ഇസ് ആൻ എക്സെപ്ഷൻ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല. സെക്ഷൻ 37 NDPS ആക്ട് പറയുന്നത് ട്വിൻ കണ്ടീഷൻസ് കംപ്ലൈ ചെയ്താൽ മാത്രം, അതായത് ഈസ് ഇന്നസെന്റ് എന്ന് പ്രൂവ് ചെയ്യണം. അയാളെ കളവായി പ്രതിയാക്കിയതാണ്, അയാൾ ഇന്നസെന്റ് ആണെന്ന് ബെയിൽ സ്റ്റേജിൽ തന്നെ അയാൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അയാൾക്ക് ബെയിൽ കോടതി കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കോടതികൾക്ക് ബെയിൽ ഡിസ്ക്രിഷണറി പവർ പോലുമില്ല. അത്തരത്തിൽ വളരെ ശക്തമായ നിയമം NDPS ആക്ടിലുണ്ട്. മിനിമം പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത്തരം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിൽ മിനിമം പണിഷ്മെന്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 10 years, മിനിമം 10 years എങ്കിലും. അപ്പൊ കോടതിയുടെ വിവേചനാധികാരത്തെ പോലും കൂച്ചുവിലം ഇട്ടുകൊണ്ട് അതിശക്തമായ നിയമം നമ്മുടെ നാട്ടിൽ നിലവിലുള്ളപ്പോൾ പോലുമാണ് ഇത്തരത്തിൽ ധാരാളം കേസുകൾ വരുന്നത് എന്നുള്ള ഒരു സത്യത്തെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അങ്ങ് ചോദിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ജുവനൈൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രശ്നം. കാരണം നമുക്കറിയാം, ഇത് വലിയ ലാഭം ഉള്ള ഒരു ബിസിനസ് ഫീൽഡാണ്. അതാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയേറെ ആളുകൾ, കേരളത്തിൽ ഇത്രയേറെ കേസുകൾ ഉണ്ടാകാനും കാരണം, ഇത്രയേറെ ഇഷ്യൂസ് ഈ സിന്തറ്റിക് ഡ്രഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ കാരണം എല്ലാ കൺസ്യൂമർ ഗുഡ്സിന്റെയും ഏറ്റവും വലിയ വിളനിലമാണ് കേരളം. അപ്പോൾ ഇത് വലിയ ലാഭം കിട്ടുന്ന, 100% ഒക്കെ വളരെ ലാഭം കിട്ടുന്ന ഒരു ഫീൽഡാണ്. ഉദാഹരണത്തിന് അതിനകത്തും കള്ളത്തരമുണ്ട്. മെറ്റാമോഫിൻ എന്ന് പറയുന്ന ഒരു സാധനം, അതും വെള്ള ഒരു ഇതാണ്, അത് MDMA എന്ന് പറയുന്നത് വിൽക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ, ഈ ഇത്തിൽ കണ്ണികൾ, ഇത്തരത്തിലുള്ള ഈ കച്ചവടത്തിലൂടെ, ഏത് കച്ചവടത്തിലും കള്ളക്കച്ചവടത്തിലൂടെ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഈ രംഗത്തും കടന്നു വന്നിട്ടുണ്ട്. അവര് ഇത്തരത്തിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫീൽഡ് എന്നുള്ള രീതിയിൽ കേരളം അതിൻ്റെ ഒരു വലിയ മാർക്കറ്റാണെന്ന് കണ്ടുകൊണ്ട് ഇത് വ്യാപകമായി ഇതിന്റെ ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഈ കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. നമ്മൾ അത് കാണാതിരുന്നു കൂടാ. അത് കാരണം ആ ഒരു ബെനിഫിറ്റ് പ്രയോജനപ്പെടുത്താൻ വേണ്ടി. നമുക്കറിയാം, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ കാലോചിതമായി ഈ അടുത്ത് മാറ്റം ഉണ്ടായി. എങ്ങനെയാണ് മാറ്റം ഉണ്ടായത്? മാനസയുടെ കേസ്, നമുക്ക് ഡൽഹിയിലുണ്ടായ അതിദാരുണമായ സംഭവം. ഡൽഹിയിലെ ഒരു പെൺകുട്ടിയെ അഞ്ച് ആളുകൾ ചേർന്ന്, അനാഥവന്മാർ ചേർന്ന് ബസ്സിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു സംഭവം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഹ്വാനമില്ലാതെ ഡൽഹിയിലേക്ക്
ജനങ്ങൾ എന്താ പറയുക പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഇരച്ചുകയറി വലിയ പ്രക്ഷോഭമുണ്ടായ ആ സംഭവമൊക്കെ അറിയാം. കുട്ടി മരിച്ചുപോയി. അപ്പോൾ ആ സംഭവത്തിന് ശേഷം ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ അമെൻഡ് ചെയ്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പണ്ട് ഈ ജുവനൈൽ എന്ത് ചെയ്താലും ഒരു ഒഫൻസ് ആയിരുന്നില്ല. ജുവനൈൽ എന്തും ചെയ്യാനുള്ള ഇപ്പോൾ കുറെ മാറ്റങ്ങൾ വരുത്തി. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രക്ഷിതാവ് ഇവിടെ സൂചിപ്പിച്ചെന്ന് പറയുന്നത് പോലെ സീരിയസ് ആയിട്ടുള്ള ഒരു കോഗനൈസബിൾ കേസിൽ പണ്ട് ജുവനൈലിനെ ബെയിൽ എന്ത് ചെയ്താലും ബെയിലാണെന്നുള്ളതാണ്. കാരണം അവരെ ജയിലിലേക്ക് വിടാൻ പാടില്ല. ഇപ്പോൾ അത് മാറി. ഒരു ജുവനൈലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ജുവനൈൽ ബോർഡിൽ മുമ്പാകെ ഹാജരാക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യ നമുക്കറിയാം, ഈ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വലിയ ബഹുസ്വരതയുടെ ഒരു പ്രതിഫലനം എന്ന പോലെ നിയമങ്ങളെല്ലാം ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രതികൾക്ക് നൽകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ ഈ കുട്ടികളെ അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. കാരണം കുട്ടികൾ വീണ്ടും വഴിതെറ്റി പോകാതിരിക്കാൻ, ക്രിമിനലാകാതിരിക്കാൻ കുട്ടികളെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ആ കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, എല്ലാ ജില്ലകളിലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡുണ്ട്. ആ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ 3 പേരാണുള്ളത്. ഒരു മജിസ്ട്രേറ്റ് ഉണ്ടാകും, ഒരു പൊതുപ്രവർത്തകയുണ്ടാകും, മറ്റൊരു അഭിഭാഷകനുണ്ടാകും. ആ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഇരിക്കുന്നവർ സാധാരണ വേഷം ധരിച്ചു മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. കോട്ട് അങ്ങനെയുള്ള വേഷങ്ങൾ, കോടതി പോലെ തോന്നിപ്പിക്കുന്ന വേഷങ്ങളിൽ ഇരിക്കാൻ പാടില്ല. അഭിഭാഷകർ അവിടെ കോട്ടിട്ട് പോകാൻ പാടില്ല. ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഡെലിങ്ക്വൻസിനെ, അവരെ പ്രതികളെന്ന് പോലും വിളിക്കാൻ പാടില്ല, ഡെലിങ്ക്വൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഡെലിങ്ക്വൻസിനെ അവിടെ ഹാജരാക്കുമ്പോൾ അവരിപ്പോൾ ഈ അമെൻഡ്മെന്റ് അനുസരിച്ച് അവരെ ഈ പറയുന്ന സോഷ്യൽ ജയിലുകളല്ല, ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന ആ ഇടങ്ങളിലേക്ക് പാർപ്പിക്കാൻ കഴിയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്. പണ്ട് ഈ അവരെ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ വീണ്ടും ക്രിമിനലുകളുമായി ചേരുവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന അസൈലത്തിൽ, ജയിലല്ല അസൈലത്തിൽ, കുട്ടികളെ പാർപ്പിക്കുന്ന അസൈലത്തിൽ ആക്കുവാനും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുവാനും അവരെ വീണ്ടും പൊതുധാരയിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ആണ് നമ്മുടെ നിയമം വിവക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും കാലോചിതമായി അല്പം കൂടിയൊക്കെ മാറ്റം ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ, ജെ ആക്ടിൽ വരുത്തേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കുട്ടി ക്രിമിനലുകളെ ഉപയോഗിച്ച് ചെയ്യുന്നവരെ സത്യത്തിൽ പിടിക്കാനുള്ള നിയമം ഉണ്ടാകണം. ഉദാഹരണത്തിന് നമ്മുടെ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ അതുപോലൊരു അമെൻമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണം, വാഹനങ്ങൾ കുട്ടികൾ ഒരുപാട് ലൈസൻസ് ഇല്ലാത്ത കൊച്ചുകുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കൊച്ചുകുട്ടികൾ ഉപയോഗിച്ച് ആക്സിഡന്റ് ഉണ്ടാകുകയാണെങ്കിൽ ഈ കുട്ടികളോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഓണർമാരെ പ്രതിയാക്കണമെന്നുള്ള, അവർക്കെതിരെ കൊലക്കുറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു കേസ് തന്നെ അവർക്കെതിരെ എടുക്കണമെന്നുള്ള നിയമം വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളെ ഇങ്ങനെ ട്രാഫിക്കിന് ഉപയോഗിക്കുന്ന ആളുകളെ കൂടി ഗുരുതരമായ കുറ്റം, അതാണ് തമ്പി സാർ അതിലൊരു പ്രശ്നം. അതായത് 10,000-കണക്കിന് കേസുകൾ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ പിടിക്കപ്പെടുന്ന ആളുകൾ ചില്ലറ വിൽപ്പനക്കാരാണ്, അല്ലെങ്കിൽ കുട്ടികളെ ഉപയോഗിച്ച് വിൽപ്പന നടത്തുന്നവരാണ്, അതിലെ താഴെത്തട്ടിലുള്ള കണ്ണികളാണ്. ഈ കേസുകളിൽ ഈ റാക്കറ്റിന്റെ പ്രധാനപ്പെട്ട കണ്ണികൾ ഇവർ എവിടെ നിന്ന് വരുന്നു, ആരാണിത് നിയന്ത്രിക്കുന്നത്, അവരിലേക്ക് അന്വേഷണമോ അല്ലെങ്കിൽ അവരെ പിടിക്കുന്ന ഒരു സംവിധാനത്തിലേക്കോ പോകുന്നില്ല. എല്ലാ ഇടങ്ങളിലും പിടിയിലാകുന്നവർ ഈ ക്വാണ്ടിറ്റിയുമായി ഇവിടെ പണത്തിന് വേണ്ടി വ്യാപാരത്തിന്റെ കണ്ണികളായി നിൽക്കുന്ന ഈ താങ്കൾ പറഞ്ഞതുപോലുള്ള ഇത്തിക്കണ്ണികൾ അടക്കമുള്ള ആളുകളാണ് പിടിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ അന്വേഷണം കുറെ കൂടി കാര്യക്ഷമമാകണമെങ്കിൽ, അല്ലെങ്കിൽ ലഹരിയെ വേരോടുകൂടി പിഴുതെറിയുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ, അതിന് തക്ക രീതിയിൽ ഈ മുഴുവൻ സംവിധാനങ്ങളും മാറേണ്ടതല്ലേ? നമ്മളിവിടെ ബോധവൽക്കരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മികച്ച പാരന്റിംഗ് കൊണ്ടോ മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ലല്ലോ കേരളത്തിലിത്.